അങ്ങനെ ഇന്ന് രാവിലെ നല്ല വെള്ളയപ്പവും പിന്നെ നിങ്ങൾക്ക് മുട്ടക്കറി അല്ല കേട്ടോ. ഞാൻ ഇന്നത്തെ എൻ്റെ അപ്പത്തിന് കൂട്ടാനെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളി സവോള വഴറ്റി ചെറിയൊരു ഉള്ളിക്കറിയാണേ. കണ്ടോ, രാവിലെ ഉള്ളിക്കറിയൊക്കെ ഞാൻ വെച്ചു, കുറച്ചേ ഉള്ളൂ കേട്ടോ. പിള്ളേരും എല്ലാവരും കഴിച്ചു. അപ്പം ഞാൻ എല്ലാവരും കഴിച്ച് കഴിഞ്ഞ ശേഷം മാത്രമാണ് കേട്ടോ ഞാൻ പതുക്കെ ഒരു 10:30 ആകുമ്പോഴാണ് ഞാൻ സാധാരണ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം. അപ്പോൾ അപ്പമൊക്കെ പൊളിച്ചിങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ എൻ്റെ വെള്ളയപ്പം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. വെള്ളയപ്പം എന്ന് പറയാം. നമ്മുടെ അപ്പമൊക്കെ അങ്ങോട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അപ്പം ഒന്ന് കഴിക്കാൻ പോവാണ്. അപ്പം ഞാൻ അപ്പം കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജാക്കിക്കുട്ടിക്ക് കുറച്ച് എന്താ പറയുക, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവൾക്ക് കൊടുത്തില്ല. അവൾ എന്നെ ഇങ്ങനെ നോക്കിയിരിപ്പുണ്ട് കേട്ടോ. ഞാനിവിടുത്തെ ഡോറ് ജാക്കിക്കുട്ടി എന്നാ വേണ്ടേ, അപ്പം വേണോ? അപ്പം അങ്ങനെ ഇന്ന് രാവിലെ ജാക്കി അപ്പം കഴിക്കുകയാണ് കേട്ടോ. ഇനി ഇച്ചിരി കഴിയുമ്പോൾ തരാം കേട്ടോ. അപ്പം എൻ്റെ അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ ഉള്ളിക്കറിയും അപ്പവുമാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു. അപ്പം നമുക്ക് മുട്ട ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഈ കൊടുത്തി മുട്ടയാണെങ്കിൽ ഇട്ട് കഴിഞ്ഞാലും സ്വാദാണ് കേട്ടോ. അപ്പം അപ്പമൊക്കെ ഒന്ന് കഴിക്കട്ടെ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മുട്ട ഇടാൻ ഇഷ്ടമുള്ളവർക്ക് മുട്ടയും ചേർക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കഴിച്ചാൽ മതി കേട്ടോ. ഉള്ളിക്കറി എനിക്ക് തോന്നുന്നു സവോള കുഞ്ഞു കുനൂന്ന് അരിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു തട്ടിക്കൂട്ട് ഒരു കറിയാണേ. ഉള്ളി കുനുകുനാന്ന് അരിഞ്ഞ ശേഷം നന്നായിട്ട് വഴറ്റണം കേട്ടോ, എന്നെങ്കിലാണ് ഉള്ളിക്കറിക്ക് സാധാ ഉള്ളൂ. അപ്പോൾ നമുക്കിനി കാപ്പിയൊക്കെ കുടിച്ചിട്ട് മാമ്പഴക്കറി വയ്ക്കുന്നതെന്ന് കാണാം കേട്ടോ. മാമ്പഴമൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മാമ്പഴം ശരിക്കും പറഞ്ഞാൽ എൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് 2 മൂവാണ്ടൻ മാമ്പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ചെറിയൊരു സ്ക്വയർ ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് എന്താ പറയുക, തൈരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ തൈര് കുപ്പിയിലാണ് കേട്ടോ ഉറയ്ക്കുന്നത്. കൂടുതലും നമുക്ക് കുപ്പികളിൽ തൈര് ഉറയ്ക്കുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കുപ്പിയിലെ തൈര് നല്ല ടേസ്റ്റാണ് കേട്ടോ. കുപ്പിയിൽ തന്നെ നമ്മൾ മാക്സിമം അന്നന്ന് നമ്മൾ ഉറ മാറ്റി നമ്മൾ പാല് കാച്ചി തണുത്ത ശേഷം നമ്മൾ ഉറ ഒഴിക്കുമ്പോൾ നമ്മൾ മാക്സിമം കുപ്പി ചേഞ്ച് ചെയ്ത് പോകണം. കാരണം കഴുകി നല്ല വൃത്തിയായിട്ട് തന്നെ പുതിയ ഉറ ഒഴിച്ച് വെക്കുമ്പോൾ ആ തൈരായിരിക്കും കൂടുതലും ടേസ്റ്റ്. മോരുകറി അങ്ങനെയുള്ള സംഭവമൊക്കെ വയ്ക്കുമ്പോൾ അത് നമ്മൾ ഒഴിച്ചിലേക്ക് തന്നെ അങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനൊരു പുളിപ്പ് കൂടുതലാണ് വരും. ഞാൻ അങ്ങനെ ചേഞ്ച് ചെയ്ത് കുപ്പിയിലാട്ടോ ഞാനിവിടെ തൈരൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി മാമ്പഴക്കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാമ്പഴമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം കേട്ടോ. അപ്പം കുഴപ്പമില്ല, ഇത് ഒരു ആവറേജ് എനിക്ക് തോന്നുന്നു കണ്ടോ. ഈ ഒരു ഒരുപാട് പഴുത്ത് പോയിട്ടില്ല. അപ്പം ഈ ഒരു അളവിൽ നമുക്ക് കുറച്ച് ഒത്തിരി അങ്ങോട്ട് ചെറുതാക്കാതെ ഒരിത്തിരി കട്ടിയായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. അപ്പോൾ ഒത്തിരി അലുത്ത് പോവില്ല, ഈ മൂവാണ്ടന് നാരുള്ളതുകൊണ്ടേ. അപ്പം ഞാനത് ഇങ്ങനെ കുറച്ച് മാമ്പഴക്കറി ആട്ടോ വെക്കുന്നുള്ളൂ. ചെറിയൊരു ഒഴിച്ചു കൂട്ടാൻ പോലെ അല്ലേ. മാമ്പഴക്കറി എല്ലാവരും പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഞാൻ പല രീതിയിൽ എന്ന് പറഞ്ഞാൽ പല മാമ്പഴങ്ങൾ വെച്ചിട്ട്. അപ്പം ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടെ. മാമ്പഴത്തിനൊക്കെ സീസൺ തീരാറായി. അപ്പോൾ എന്തായാലും അധികം താമസിക്കാതെ തന്നെ മാമ്പഴത്തിൻ്റെ വിൽക്കൂട്ടൊക്കെ തീരും. ഒരു കഷ്ണം നിന്നോട്ടെ. മഴയായതുകൊണ്ട് ഒരുപാടൊന്നും മധുരമില്ല കേട്ടോ. സാധാരണ മൂവാണ്ടൻ മാമ്പഴം പുളി ഉണ്ടാവുമെങ്കിലും പഴുത്തിട്ടുണ്ട്. എന്നാലും
കുഴപ്പമില്ല. പണ്ടൊക്കെ ഞങ്ങളുടെ കുഞ്ഞുനാളിലൊക്കെ ഉണ്ടല്ലോ, മാമ്പഴമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ വെക്കേഷൻ സമയത്തൊക്കെ ഇഷ്ടമില്ല. ഞങ്ങൾ മറിയൂരൊക്കെ നേരത്തെ മാമ്പഴമാവും കേട്ടോ. ഓരോ മരത്തിൻ്റെ അതേ കയറിയിരുന്ന് ഓരോരുത്തർ ഓരോ മൂല കയറിയിരിക്കും. രാവിലെ ചെറിയ അപ്പമൊക്കെ കഴിച്ച് അല്ലെങ്കിൽ കാപ്പി കുടിച്ചിട്ട് കയറിയിരുന്നിട്ട് മാമ്പഴം പറിക്കുക, മരത്തിലിരുന്ന് തിന്നുക, മാങ്ങാണ്ടിക്ക് കൂട്ടുവെക്കോ എന്ന് പറയും. ഇപ്പം ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇങ്ങനെ ഒന്നും അറിയില്ല. മാങ്ങാണ്ടിക്ക് കൂട്ടുമോ എന്ന് പറഞ്ഞാൽ ഇതെന്നെ അമ്മ ഈ പറയണേന്ന് ചോദിക്കും കേട്ടോ. അന്നത്തെ കാലത്ത് പറഞ്ഞ ആ പഴഞ്ചൊല്ലുകളൊക്കെ ഉണ്ട്. ഇന്നത്തെ കാലത്ത് പിള്ളേർക്കൊന്നും അറിയാൻ പാടില്ല. മാങ്ങാണ്ടിക്ക് കൂട്ടുമോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കിടന്ന് കളിയാക്കലും മാമ്പഴം തിന്നുമ്പോൾ നമുക്ക് ഓർമ്മ വരും. ഇനിയിപ്പം കുറച്ച് തേങ്ങയൊക്കെ ഒന്ന് അരക്കട്ടെ കേട്ടോ. ഒരു തേങ്ങയൊന്ന് പൊതിക്കണം. ഇനി ബാക്കിയുള്ള പരിപാടികൾ കാണിച്ചു തരാം. അപ്പം ഞാൻ മാമ്പഴം ഒന്ന് കട്ട് ചെയ്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലിയും ഒരു പച്ചമുളകും കൂടെ വെച്ച് ഞാനൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുറച്ച് ഒരുപാട് തീ ഞാൻ കൂട്ടി വെച്ചിട്ടില്ല. ഒരു പതുക്കെ ഒന്ന് തിന്നിച്ച് ജസ്റ്റ് ഈ മാമ്പഴമൊക്കെ ഒന്ന് വേകട്ടെ കേട്ടോ. ഇനിയിപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് കുറച്ച് ചിരകി ശേഷം നമുക്ക് ബാക്കി അരപ്പൊക്കെ നമുക്ക് ചേർക്കാം. അപ്പോൾ എനിക്ക് ശരിക്കും ഇവിടെ ഒരു പാര ഇല്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങ ഒന്ന് വാക്കത്തിയും കൊണ്ട് കേട്ടോ പൊതിക്കുന്നത്. വാക്കത്തിയും കൊണ്ട് പൊതിച്ച് വേണം നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് റെഡിയാക്കാൻ. രാവിലെ തൊട്ട് ഈ പൂവന്മാർക്ക് ഒരു പണിയില്ല. ചുമ്മാ എപ്പോഴും കൂവിച്ച. ഞാൻ ചിലപ്പോൾ ഒച്ച വെക്കും, ഒന്ന് മിണ്ടായിരിക്കണത് കേട്ടോ. ഭയങ്കര ഒച്ചപ്പാട്. അപ്പോൾ ഇനി തേങ്ങയൊക്കെ ഒന്ന് ചിരകിയിട്ട് വരട്ടെ കേട്ടോ. അപ്പം ഞാൻ തേങ്ങയൊക്കെ ചിരണ്ടി കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കാന്താരി പച്ചയില്ല കേട്ടോ. അപ്പം ഞാൻ കുറച്ച് കാന്താരിയുടെ ഉണക്ക കാന്താരി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അത് ഒന്ന് വെച്ച് അരയ്ക്കാമെന്ന് വെച്ചു. കാരണം കുറച്ച് എരിവില്ലെങ്കിൽ കൊള്ളത്തില്ലല്ലോ. അപ്പോൾ ഇച്ചിരി ഉണക്കക്കാന്താരിയൊക്കെ അരച്ച് വെക്കാമെന്ന് ഓർത്തു. കുറച്ച് ഇത്രയേ ഉള്ളൂ കേട്ടോ ജീരകം, കുറച്ച് ഉണക്കക്കാന്താരി. പിന്നെ നമുക്ക് തൈരാണെങ്കിൽ ജസ്റ്റ് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കണം കേട്ടോ. ആ ഒരു കട്ടയൊക്കെ ഒന്ന് ചെറുതായിട്ട് വിട്ടിരിക്കണം. എന്തെങ്കിലാണ് അത് നമുക്ക് കറി വയ്ക്കുമ്പോൾ നന്നായി ഇരിക്കുകയുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സിയിൽ തൈരും കൂടി ഒന്ന് ഉടയ്ക്കണം. അതിനപ്പോഴത്തേക്കും അരപ്പൊക്കെ ഞാനൊന്ന് റെഡിയാക്കട്ടെ. അപ്പോൾ അരപ്പെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അരപ്പ് റെഡിയാക്കി മാമ്പഴമൊക്കെ ഏകദേശം ഒന്ന് വേവ് തുടങ്ങിയിട്ടുണ്ട്. മോരുമൊക്കെ ഉടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേ മാമ്പഴമൊക്കെ കിടന്ന് തിളയ്ക്കണുണ്ടോ? നല്ല കളറാണല്ലേ. അപ്പോൾ അത് ഇച്ചിരി ഒന്ന് 3/4 വേവ് വരണം കേട്ടോ. എന്നിട്ടാണ് ഞാൻ ഇതുണ്ടോ നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. നമുക്ക് നല്ല വെണ്ണ, ഇത് ഉണക്കക്കാന്താരിയാണ് കേട്ടോ. തൈര് ഞാനിതേ ഇതുപോലെ ഉടച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ മാമ്പഴക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇന്നിപ്പം മഴയില്ല കേട്ടോ. ഇന്നിപ്പം നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ ഈ കറികളൊക്കെ ഒന്ന് വെച്ചിട്ട് രാവിലെ പിള്ളേർക്ക് കറി ഞാൻ ഒന്ന് കൊടുത്തു വിട്ടത്. അവർക്ക് ഒഴുക കുറച്ച് വറുത്ത് കൊടുത്തു വിട്ടു. പിന്നെ പീച്ചിങ്ങ തോരനും ഇട്ട് കൊടുത്തു കേട്ടോ. പീച്ചിങ്ങ തോരൻ രണ്ടാൾക്കും ഇഷ്ടമാണ് കേട്ടോ. 2 പേർക്കും തോരൻ കറി ഇഷ്ടമാണ്. എങ്കിലും രണ്ടാമത്തെ മോൾക്ക് തോരനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ മീനും വറുത്ത് അത് കൊടുത്ത് ചാറുകൂട്ടാൻ കൊടുത്താലും ഇവരത് അങ്ങനെ എന്താ പറയുക അങ്ങനെ കൂട്ടാറില്ലാത്തതുകൊണ്ട് ഞാൻ ചാറുകൂട്ടാൻ പൊതുവെ ഒഴിവാക്കി കേട്ടോ. പിന്നെ അങ്ങനെ വിശന്നാൽ തന്നെ ഇനി കുറച്ച് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടാണെങ്കിലും ഇനിയിപ്പം ഇച്ചിരി എന്തെങ്കിലും നോൺ വെജൊക്കെ ഉണ്ടെങ്കിൽ ചോറ് കൊടുക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്ക് രാവിലത്തെ കാപ്പിയുടെ കൂട്ടാട്ടോ അവർക്ക് കൊടുക്കുന്നതേ. അപ്പം നമ്മുടെ അരപ്പൊക്കെ ഒന്ന് ചേർക്കാൻ സമയമായിട്ടുണ്ട്. ഞാൻ അരപ്പൊന്ന് ചേർക്കട്ടെ. തൈരിന് ഒരുപാട് പുളിയുള്ളവർ എനിക്ക് തോന്നണു അവർ കുറച്ച് ശർക്കരയൊക്കെ ഒരു നുള്ളി ശർക്കര ചേർക്കുന്നത് ഈ പുളിയും ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യും കേട്ടോ. അങ്ങനെ ചേർക്കാം. ഇപ്പം ഞാൻ അരപ്പൊക്കെ ഒന്ന് ചേർക്കട്ടെ. ഇവിടെ ഹസ്ബൻഡിന് ഇഷ്ടമാണ് കേട്ടോ മാമ്പഴക്കറി. എനിക്ക് ഇഷ്ടമൊക്കെയാണ്, എങ്കിലും സാധാരണ മോര് കാച്ചിയതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം.
പിന്നെ ഇവരുടെ ഇഷ്ടം നോക്കി ഞാൻ പിന്നെ ഇവർക്ക് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കണ്ടോ നമുക്കിപ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ലല്ലോ. അങ്ങനെ അരപ്പൊക്കെ ഒന്ന് ചേർത്തു കേട്ടോ. അരപ്പ് ചേർത്തൊന്ന് ജസ്റ്റ് ഒന്ന് അരപ്പൊക്കെ ഒന്ന് തള. ഇപ്പം നമ്മുടെ കടുകൊക്കെ പൊട്ടിട്ടുണ്ട്. ഞാൻ ഉലുവയൊക്കെ ഒന്ന് ചേർക്കുവാണ് കേട്ടോ. ഉലുവയൊന്ന് ചേർത്തൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മളിത് അങ്ങനെ കടുക് പൊട്ടിക്കുന്നു. ഞാൻ പിന്നെ ഇതിലേക്ക് ഒരു സ്പെഷ്യലായിട്ടൊരു കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കളറ് അതിലേക്ക് ഇങ്ങനെ നിൽക്കും, നല്ലതായിരിക്കും. അങ്ങനെ നമ്മുടെ മാമ്പഴക്കറിക്കുള്ള കടുക് പൊട്ടിച്ചു ഒഴിച്ചു. അങ്ങനെ ഇത് നമ്മുടെ മാമ്പഴക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി കടുക് പൊട്ടിക്കുമ്പോൾ ഒരു കുറച്ച് നമ്മളെടുക്കുന്ന കാശ്മീരി ചില്ലിയും കൂടെ ഞാൻ ആ കടുക് പൊട്ടിക്കുന്ന കൂട്ടത്തിലിടുമ്പോൾ ഒരു പ്രത്യേക ഒരു കളറും കൂടെ കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ മാമ്പഴക്കറി കണ്ടോ, മാമ്പഴം ഒരുപാട് ഉടഞ്ഞൊന്നും പോയിട്ടില്ല കണ്ടോ. ഈ ഒരു കഷ്ണ രീതിയിൽ തന്നെ നിൽക്കണം. പിന്നെ പുളിയുള്ളവർക്ക് ഒരു നുള്ള ശർക്കരയും കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം തോരൻ കൂട്ടാൻ കുറച്ച് ഇരിപ്പുണ്ട്. പീച്ചിങ്ങ തോരനാണ് കേട്ടോ. ഏട്ടനുള്ള പീച്ചിങ്ങ തോരൻ കഷ്ടിച്ചുണ്ട്. ഒരു പാവയ്ക്കയും കൂടെ മെഴുക്കോട്ട് വയ്ക്കാമെന്ന് ഓർത്തുകൊണ്ടിരിക്കാം. കുറച്ച് പീച്ചിങ്ങ ഉള്ളതുകൊണ്ടാണ് അവർക്കുള്ളത് വേണം വേണ്ടു. ഇനിയിപ്പോൾ ഇച്ചിരി പാവയ്ക്കയും കൂടെ മെഴുക്കോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പണി ഗോവിന്ദ. അപ്പം ഓക്കെ, ബൈ. അടുത്ത ദിവസം എന്തെങ്കിലും ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളും ഒന്നും നിലവിലില്ലാത്തത് കൊണ്ട് ഇനിയിപ്പം അലക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ കറികളായിട്ട് എന്തെങ്കിലും വെറൈറ്റി വയ്ക്കുമ്പോൾ ചെറിയ കുട്ടി വ്ളോഗൊക്കെ ചെയ്യാൻ ഓർത്തു കേട്ടോ. അപ്പം എല്ലാവരും എന്താ പറയുക ഓർക്കുണ്ടാവും. നമുക്ക് ഈ പറഞ്ഞ പോലെ വീഡിയോ എല്ലാ ദിവസവും ഇടാൻ ചിലപ്പോൾ ഒരു സാഹചര്യം ഒന്നും കണ്ടതിൽ പിന്നെ 2 ദിവസം വയ്യായിക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇനിയിപ്പം ഇടയ്ക്ക് ഇന്നിപ്പോൾ 2 ദിവസമായിട്ട് വലിയ മഴയൊന്നുമില്ല കേട്ടോ, നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ ഇനിയിപ്പം വേറെ എന്താ പറയുക, ഇനിയിപ്പം നെക്സ്റ്റ് പരിപാടിയിലേക്ക് നീങ്ങാൻ പോവാണ്. പാവയ്ക്കാൻ മെഴുക്കോട്ടയും കൂടെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പണിയൊക്കെ തീർന്നു കേട്ടോ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഓക്കെ, ടാറ്റാ, ബൈ.